നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ പാടുകയോ പറയുകയോ വായിക്കുകയോ ചെയ്യൽ സ്വന്തം നിലക്ക് പുണ്യകർമ്മമാണോ? അതായത് നബിയുടെ ഗുണങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട പുസ്തകം ഗദ്യരൂപത്തിലുള്ളതാകട്ടെ പദ്യരൂപത്തിലുള്ളതാകട്ടെ പഠിക്കാൻ വേണ്ടിയല്ലാതെ പുണ്യം കിട്ടുമെന്ന നിലയിൽ ആവർത്തിച്ച് വായിക്കൽ പ്രതിഫലാർഹമാണോ? എൻ്റെ അന്വേഷണത്തിൽ അല്ലെന്നാണ് വ്യക്തമാകുന്നത്. നബിയുടെ വിശേഷണങ്ങൾ പറയൽ പ്രതിഫലാർഹമാകുന്നത് നബിയെക്കുറിച്ച് മറ്റൊരാളോട് പറയുമ്പോഴാണ്. കാരണം അത് കേൾക്കുന്ന വ്യക്തിയിൽ നബിയെക്കുറിച്ച് മതിപ്പും ബഹുമാനവും ഉണ്ടാക്കും. നബിയുടെ വിശേഷണങ്ങൾ അത് പദ്യരൂപത്തിലുള്ളതാകട്ടെ ഗദ്യരൂപത്തിലുള്ളതാകട്ടെ ശ്രോതാക്കളുടെ മുമ്പിൽ അവരിൽ നബിയെക്കുറിച്ചുള്ള മതിപ്പും ബഹുമാനവും വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉദ്ധരിക്കുമ്പോൾ മാത്രമാണ് അത് പ്രതിഫലാർഹമായി തീരുന്നത്. ഖുർആനിൽ എവിടെയൊക്കെ നബിയുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ഈ ഒരു ഉദ്ദേശത്തോടു കൂടെ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. നബിയുടെ മദ്ഹ് സ്വന്തം നിലക്ക് പ്രതിഫലാർഹമാണെന്ന് വന്നാൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല വ്യക്തിയായിരുന്നു, യതീമുകളെ സ്നേഹിച്ചിരുന്നു, ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്നിങ്ങനെയുള്ള വാചകങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ പ്രതിഫലാർഹമാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാനൊക്കുമോ? വസ്തുത ഇതായതുകൊണ്ടാവാം ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ നബിയുടെ മദ്ഹുകൾ ഏതെങ്കിലും ഒരു സ്വഹാബി ഒറ്റയ്ക്കിരുന്ന് വായിക്കുകയോ പാടുകയോ ചെയ്തിരുന്നതായി ഉദ്ധരിക്കപ്പെടാതിരുന്നത്.